എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ടെമ്പിൾ റണ്ണിൻ്റെ കോഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ബ്ലോക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ലെഫ്റ്റിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ക്ലോക്ക് 1 ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ആദ്യം കാണാവുന്ന ബ്ലോക്കാണ് വെൻ ക്ലോക്ക് 1 ടൈമർ. അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഒരു തവണ കൂടി ക്ലോക്ക് 1 ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ വെൻ സെറ്റ് ക്ലോക്ക് 1 ടൈമർ എനേബിൾ ടു എന്ന ബ്ലോക്ക് കാണാൻ സാധിക്കും. അത് ഡ്രാഗ് ചെയ്യുക. ഫോൾസ് എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സെറ്റ് ക്ലോക്ക് 1 ടൈമർ എനേബിൾ ടു ഫാൾസ് എന്നൊരു ബ്ലോക്കായി തീരും. അത് വെൻ ക്ലോക്ക് 1 ടൈമർ എന്ന ബ്ലോക്കിൻ്റെ ഇടയിലായി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. സ്ക്രീൻ 1 ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ വെൻ സ്ക്രീൻ 1 ഇനിഷ്യലൈസ് എന്ന ബ്ലോക്ക് കാണാൻ സാധിക്കും. അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. സെറ്റ് ക്ലോക്ക് 1 ടൈമർ എനേബിൾ ടു ഫാൾസ് എന്ന ബ്ലോക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമതായി കിട്ടിയ ബ്ലോക്ക് സ്ക്രീൻ 1 ഇനിഷ്യലൈസിൻ്റെ ഇടയിലായി ഡ്രോപ്പ് ചെയ്യുക. ഫാൾസിനടുത്തുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ട്രൂ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. കൺട്രോൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓപ്പൺ അനദർ സ്ക്രീൻ എന്ന ബ്ലോക്ക് കാണാൻ സാധിക്കും. അത് ഡ്രാഗ് ചെയ്ത് സെറ്റ് ക്ലോക്ക് 1 ടൈമർ എനേബിൾ ടു എന്ന ബ്ലോക്കിന് താഴെയായി ഡ്രോപ്പ് ചെയ്യുക. ടെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടുത്തെ ഫസ്റ്റ് ബ്ലോക്കായ ടെക്സ്റ്റ് സ്ട്രിംഗ് ബ്ലോക്ക് ഓപ്പൺ അനദർ സ്ക്രീൻ ബ്ലോക്കിൻ്റെ സൈഡിലത്തെ സെക്ഷനായ സ്ക്രീൻ നെയിം ബ്ലോക്കിൽ ഡ്രോപ്പ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ആപ്പിൻ്റെ സെക്കൻഡ് സ്ക്രീനിന് ഏത് പേരാണോ കൊടുത്തത് ആ പേര് തന്നെ അവിടെ പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് സ്ക്രീനിൻ്റെ കോഡിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് സ്ക്രീനിലേക്ക് പോകാം. ആറ്റ്മോബ് ബാനർ 1ൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് സ്ക്രോൾ അപ്പ് ചെയ്യുമ്പോൾ വെൻ ആറ്റ്മോബ് ബാനർ 1 ആഡ് ലോഡഡ് എന്ന ബ്ലോക്ക് കാണാൻ സാധിക്കും. അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഒരു പ്രാവശ്യം കൂടി ആറ്റ്മോബ് ബാനർ 1ൽ ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ സെറ്റ് ആറ്റ്മോബ് ബാനർ 1 വിസിബിൾ ടു ബ്ലോക്ക് കാണാൻ സാധിക്കും. അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ട്രൂ എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഒരു ബ്ലോക്കായി തീരും. അത് ആറ്റ്മോബ് ബാനർ 1 ആഡ് ലോഡഡിൻ്റെ ഇടയിലായി ഡ്രോപ്പ് ചെയ്യുക. ഈ ബ്ലോക്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എവിടെയൊക്കെയാണോ ആറ്റ്മോബ് ബാനർ 1 എന്നുള്ളത് അതെല്ലാം ആറ്റ്മോബ് ബാനർ 2 എന്ന് ചേഞ്ച് ചെയ്യുക. അടുത്തതായി സ്ക്രീൻ 2 ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വെൻ സ്ക്രീൻ 2 ഇനിഷ്യലൈസ് ബ്ലോക്ക് കാണാൻ സാധിക്കും. അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അടുത്തതായി ആറ്റ്മോബ് ബാനർ 1 ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാൾ ആറ്റ്മോബ് ബാനർ 1 ലോഡ് ആഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സ്ക്രീൻ 2 ഇനിഷ്യലൈസിൻ്റെ ഇടയിലായി ഡ്രോപ്പ് ചെയ്യുക. ഇതുപോലെ തന്നെ ആറ്റ്മോബ് ബാനർ 2നും ചെയ്യുക. ഇനി ബട്ടൺ 1 ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രോൾ അപ്പ് ചെയ്യുമ്പോൾ വെൻ ബട്ടൺ 1 ക്ലിക്ക് ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. കൺട്രോൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഓപ്പൺ അനദർ സ്ക്രീൻ നെയിം ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് വെൻ ബട്ടൺ 1 ക്ലിക്ക് എന്ന ഓപ്ഷൻ്റെ നടുക്കായി
ഡ്രോപ്പ് ചെയ്യുക. ഇനിയും ടെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ഏറ്റവും മുകളിലുള്ള ടെക്സ്റ്റ് സ്ട്രിംഗ് ബ്ലോക്ക് എടുത്ത് സ്ക്രീൻ നെയിം സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ആപ്പിലെ തേർഡ് സ്ക്രീനിന് എങ്ങനെയാണോ നെയിം കൊടുത്തത് അത് തന്നെ ഇവിടെ കൊടുക്കുക. ഓക്കെ, നമ്മുടെ സെക്കൻഡ് സ്ക്രീനിലെയും കോഡിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് സ്ക്രീനിലേക്ക് പോകാം. ലെഫ്റ്റ് സൈഡിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ആറ്റ്മോബ് ബാനർ 1 ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വെൻ ആറ്റ്മോബ് ബാനർ 1 ആറ്റ് ലോഡഡ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഒരു പ്രാവശ്യം കൂടി ആറ്റ്മോബ് ബാനർ 1ൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സെറ്റ് ആറ്റ്മോബ് ബാനർ 1 വിസിബിൾ ടു ബ്ലോക്ക് കാണാൻ സാധിക്കും. അത് ഡ്രാഗ് ചെയ്യുക. ട്രൂ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ബ്ലോക്ക് ആറ്റ്മോബ് ബാനർ 1 ആറ്റ് ലോഡഡിൻ്റെ ഇടയിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. ഈ ബ്ലോക്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. രണ്ടാമതായി വന്ന ബ്ലോക്കിൻ്റെ ആറ്റ്മോബ് ബാനർ 1 എന്ന് എവിടെയൊക്കെയാണോ ഉള്ളത് അതെല്ലാം ആറ്റ്മോബ് ബാനർ 2 എന്ന് ചേഞ്ച് ചെയ്യണം. ഇനിയും സ്ക്രീൻ 3 ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ വെൻ സ്ക്രീൻ 3 ഇനീഷ്യലൈസ് ബ്ലോക്ക് കാണാൻ സാധിക്കും. അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഇനി ആറ്റ്മോബ് ബാനർ 1 ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് കാൾ ആറ്റ്മോബ് ബാനർ 1 ലോഡ് ആഡ് ഓപ്ഷൻ വെൻ സ്ക്രീൻ 3 ഇനിഷ്യലൈസ് ബ്ലോക്കിന് ഇടയിലായി ഡ്രോപ്പ് ചെയ്യുക. കോൾ ആറ്റ്മോബ് ബാനർ 1 ലോഡ് ആഡ് ബ്ലോക്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കാൾ ആറ്റ്മോബ് ബാനർ 1 എന്നുള്ളത് ആറ്റ്മോബ് ബാനർ 2 ആയി ചേഞ്ച് ചെയ്യണം. ഇനിയും ഇത് സ്ക്രീൻ 3 ഇനിഷ്യലൈസ് ബ്ലോക്കിൻ്റെ ഇടയിലേക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടതാണ്. ഇനിയും വെബ് വ്യൂവർ 1 ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ നമുക്ക് കാൾ വെബ് വ്യൂവർ 1 ഗോ ടു URL ബ്ലോക്ക് കാണാൻ സാധിക്കും. അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക സ്ക്രീൻ 3 ഇനിഷ്യലൈസിൻ്റെ ഇടയിലേക്ക്. ഇനിയും ടെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടുത്തെ ആദ്യത്തെ ബ്ലോക്കായ ടെക്സ്റ്റ് സ്ട്രിങ്ങിനെ കാൾ വെബ് വ്യൂവർ 1 ഗോ ടു URL ബ്ലോക്കിൻ്റെ URL സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യുക. അവിടെ കൊടുക്കേണ്ട URL ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടുന്ന് അത് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുക. ഞാനിതിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ഇനിയും ഡിസൈൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് വെബ് വ്യൂവർ 1 ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഹോം URLൽ നമ്മൾ നേരത്തെ ടെക്സ്റ്റ് സ്ട്രിങ്ങിൽ പേസ്റ്റ് ചെയ്ത URL തന്നെ ഇവിടെയും പേസ്റ്റ് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ഇനിയും നമുക്ക് സ്ക്രീൻ 1ലേക്ക് പോകാം. അവിടെ സ്ക്രീൻ 1ൻ്റെ പ്രോപ്പർട്ടീസിൽ സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഐക്കൺ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ നിങ്ങളുടെ ആപ്പിൻ്റെ ലോഗോ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആപ്പ് നെയിം ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ നിങ്ങളുടെ ആപ്പിൻ്റെ നെയിം പേസ്റ്റ് ചെയ്യുക. ഇനിയും അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ
ടോപ്പിലുള്ള എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്ന് ആൻഡ്രോയിഡ് ആപ്പ് APK, 2 ആൻഡ്രോയിഡ് ആപ്പ് ബണ്ടിൽ AAB. നിങ്ങൾ ആൻഡ്രോയിഡ് ആപ്പ് APK ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് QR കോഡിൽ ക്ലിക്ക് ചെയ്തോ അല്ലാതെയോ നിങ്ങളുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആപ്പ് തുറക്കുകയാണ്. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ടിംഗ് ഗെയിം, ലോഡിംഗ് ഗെയിം, പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ലോഡിംഗ്, ടാപ്പ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പ്രണവ് DJ സൈനിങ് ഔട്ട്.